ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 12-ാം ഞായർ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ശിഷ്യരോടൊത്ത് വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്ന അത്ഭുത സംഭവമാണ് ഈ വചനഭാഗം. കാറ്റിനെയും അലറുന്ന കടലിനെയും യേശു ശാന്തമാക്കുന്ന സംഭവം പുരാതന പൗരസ്ത്യ കഥകളുടെ പശ്ചാത്തലത്തിലും പഴയ നിയമ രചനകളുടെ പശ്ചാത്തലത്തിലും ഗ്രഹിക്കുവാൻ എളുപ്പമാണ്. പുരാതന പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് കടൽക്ഷോഭത്തെ സൃഷ്ടിക്കുന്ന ഭീകര സത്വത്തിന്മേൽ, അതായത് കാറ്റിൻ്റെ ദേവൻ, വിജയം കൈവരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പഴയ നിയമ ഗ്രന്ഥങ്ങളും പ്രകൃതി ശക്തികളെ കീഴടക്കുവാൻ കഴിവുള്ളവനായി ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ജോബ്, സങ്കീർത്തനങ്ങൾ മുതലായവ. പുരാണങ്ങളും പഴയ നിയമ ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കുന്നത് പോലെ കടലിൻ്റെയും കാറ്റിൻ്റെയും മേൽ അതിശക്തമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി യേശു ചെയ്തതുകൊണ്ടാണ് ഇവൻ ആരാണ് എന്ന് അത്ഭുതം കൂറുന്ന ചോദ്യത്തിലേക്ക് ശിഷ്യന്മാർ എത്തുന്നത്. ദൈവത്തിന് മാത്രം നിർവഹിക്കുവാൻ കഴിയുന്ന പ്രവൃത്തി യേശു നിർവഹിക്കുമ്പോൾ യേശുവിൻ്റെ ദൈവത്വമാണ് ഈ സംഭവത്തിലൂടെ ശിഷ്യർക്ക് വെളിപ്പെടുന്നത്. എന്നാൽ അവരുടെ ബോധ്യത്തിലേക്ക് യേശുവിൻ്റെ ദൈവത്വം കടന്നു വരുന്നുമില്ല. ശിഷ്യരുടെ അവിശ്വാസത്തെ യേശു ശാസിക്കുന്നു. അതോടൊപ്പം അവിടുത്തെ ദൈവിക ശക്തിയിൽ ആശ്രയിക്കുവാൻ യേശു അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അപ്രകാരം ശിഷ്യത്വത്തിൻ്റെ ഒരു പാഠമായിട്ടാണ് മർക്കോസ് ഈ സംഭവം വിവരിക്കുന്നത്. യേശു കടലിനെയും കാറ്റിനെയും ശമിപ്പിക്കുന്നത് ബാധ ഒഴിപ്പിക്കുന്ന പ്രക്രിയയുടെ രൂപത്തിലാണെന്നത് ഏറെ രസകരമായ ഒരു വസ്തുതയായി വായനക്കാർക്ക് അനുഭവപ്പെടുന്നു. പിശാചിനെ ശാസിക്കുന്നത് പോലെ യേശു കാറ്റിനെ ശാസിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ ഉണ്ടായ അനന്തര ഫലം ബാധോച്ചാടന സംഭവങ്ങളുടെ പ്രതീതി ജനിപ്പിക്കുകയാണ്. ഈ സംഭവത്തിൽ യേശുവിലൂടെ പ്രകടമാകുന്ന ശാസനയുടെ ഭാഷ നാം മനസ്സിലാക്കുന്നതും മേൽ വിവരിക്കപ്പെട്ട പുരാതന പൗരസ്ത്യ വിശ്വാസത്തിൻ്റെയും പഴയ നിയമ സങ്കല്പങ്ങളുടെയും പശ്ചാത്തലത്തിൽ തന്നെയാണ്. ദൈവശത്രുക്കളുടെ ആവാസ കേന്ദ്രം സമുദ്രമാണെന്ന് മേൽ ഉദ്ധരിച്ച പാരമ്പര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ആയതിനാൽ കടൽ ദൈവവിരുദ്ധ ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു. ബാധോച്ചാടനങ്ങളിൽ എന്നതുപോലെ കടലിനെയും കാറ്റിനെയും ശാസിക്കുന്ന പ്രവൃത്തിയിലും ദൈവവിരുദ്ധ ശക്തികളെ കീഴ്പ്പെടുത്തുന്ന വ്യക്തിയായിട്ടാണ് യേശു അവതരിക്കപ്പെടുന്നത്. ഈ സംഭവം ശിഷ്യത്വത്തിൻ്റെ ഒരു പാഠമായതിനാൽ ദൈവവിരുദ്ധ ശക്തികൾക്കു മേലുള്ള യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുവാനുള്ള വിളിയാണ് ശിഷ്യർക്കും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ സാരം. മർക്കോസ് അഭിസംബോധന ചെയ്യുന്ന വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷ ഭാഗത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പീഡനങ്ങൾ ഒട്ടേറെ അനുഭവിച്ചിരുന്ന ഒരു വിശ്വാസ സമൂഹമായിരുന്നു മർക്കോസിൻ്റേതും.
അവർ അനുഭവിച്ചിരുന്ന പീഡനങ്ങളുടെ നടുവിലും യേശുവിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. പൂർവാധികം ശക്തിയോടെ അവരുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുകയും ചെയ്തു. പ്രസ്തുത സഭയ്ക്ക് നൽകപ്പെടുന്ന സുപ്രധാന സന്ദേശം ഈ സംഭവത്തിൽ അടങ്ങിയിരിക്കുന്നു. വഞ്ചി വിശ്വാസ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കൊടുങ്കാറ്റും അലറുന്ന കടലും വിശ്വാസികൾ അനുഭവിച്ചിരുന്ന മർദ്ദനങ്ങളെയും ദൈവിക ഭരണത്തിന് വിരുദ്ധമായ വിവിധ ശക്തികളെയും സൂചിപ്പിക്കുന്നു. ഇവയ്ക്ക് നടുവിലും ദൈവത്വമുള്ള യേശു വഞ്ചിയിൽ, അതായത് സഭയിൽ, വിശ്വാസ സമൂഹത്തിലുണ്ട്. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ വിശ്വാസ സമൂഹത്തെ അവൻ ശക്തിപ്പെടുത്തും. മർക്കോസിന്റെ ആദ്യ ശ്രോതാക്കൾക്കും എക്കാലവുമുള്ള ക്രൈസ്തവർക്കും പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആവശ്യം യേശുവിൻ്റെ നിരന്തര സാന്നിധ്യവും അവനിലുള്ള ഉറച്ച വിശ്വാസവുമാണ്. സഭയിലെന്നും ഉദ്ധിതനായ യേശുവിൻ്റെ നിറസാന്നിധ്യമുണ്ട്. സഭ നേരിടുന്ന ഏതൊരു വെല്ലുവിളിയും ശാന്തമാക്കുവാൻ അവൻ്റെ സാന്നിധ്യവും അവനിലുള്ള വിശ്വാസവും അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, എല്ലാം തൻ്റെ നിയന്ത്രണത്തിലാണെന്ന് കരുതാൻ മനുഷ്യൻ ഇന്ന് ഇഷ്ടപ്പെടുകയാണ്. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. പ്രകൃതി, സാമൂഹിക ഘടന, വ്യക്തി സ്വഭാവം എന്നിവയുടെ പരിധിക്കുള്ളിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മനുഷ്യന് പൂർണ്ണമായ അധികാരം ഇവയ്ക്ക് മേലില്ല. ദൈവം മാത്രമാണ് സർവശക്തൻ. നമ്മെ അഭിമുഖീകരിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാൻ നാം തയ്യാറാണോ? എങ്കിൽ നാം ഭയഭക്തിയോടെ നിൽക്കും. കാരണം അവിടുന്ന് തൻ്റെ ശക്തി നമ്മെ കാണിക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.